നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. കുട്ടി വലിയ പരിഷ്കാരിയും തന്റേടിയൊക്കെ ആണോ? കണ്ടിട്ട് നിനക്ക് എങ്ങനെ തോന്നി? സംസാരത്തിലൊക്കെ നല്ല ആത്മവിശ്വാസം നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ വലിയ മേക്കപ്പും കാര്യങ്ങളൊന്നുമില്ല. വേഷത്തിലും വലിയ ധാരാളിത്വമൊന്നും കണ്ടില്ല. ആ, അങ്ങനത്തെ കുട്ടികളെ തന്നെയാ അവനും ഇഷ്ടം. ആഹാ, നല്ല സമയത്താ നിന്റെ വരവ്. എന്താ മുത്തശ്ശി, എന്നെ കുറിച്ച് രണ്ടാളും കൂടെ വല്ല പരദൂഷണം പറയായിരുന്നോ? ഒന്ന് പോടാ, നിന്നെ കുറിച്ച് എന്ത് പരദൂഷണം പറയാനാ? നിന്നെ കല്യാണം കഴിപ്പിക്കുന്നതിനെ കുറിച്ച് പറയായിരുന്നു. സൗവർണികമായിട്ടുള്ള കല്യാണക്കാരിയാണോ? ആ കുട്ടിയായിട്ടുള്ള കല്യാണം ആലോചിച്ച എന്റെ മോന് സന്തോഷാവോ? തൽക്കാലത്തേക്ക് അതിനെക്കുറിച്ചൊന്നും ആലോചിക്കുന്നില്ല. വർഷേച്ചി കണ്ടില്ലേ, കല്യാണം കഴിക്കാതെ ബോൾഡായിട്ട് ജീവിക്കുന്നു. കുറച്ചു നാളുകൂടി ഞാനും അതുപോലെ ജീവിക്കണമെന്ന് കരുതുക. ആയിക്കോട്ടെ, കുറച്ചുനാളും കൂടി അങ്ങനെ ആയിക്കോട്ടെ. ഇതിനിടയില് ഞാനൊരു പെൺകുട്ടിയെ നിനക്ക് പരിചയപ്പെടുത്തി തരും. അവളുമായുള്ള വിവാഹത്തിന് നീ സമ്മതിക്കണം. വിവാഹം നടത്തുന്നതിന് നമുക്ക് സാവകാശം ചോദിക്കാം. ഏയ്, അതൊന്നും വേണ്ടമ്മേ, ഞാൻ പറയാം. എടാ മോനെ, ഞാൻ നിനക്കൊരു വിവാഹം ആലോചിക്കുമ്പോ എന്റെ മനസ്സിൽ തെളിയുന്നത് നിനക്കൊരു ജീവിത പങ്കാളി എന്ന ഒറ്റ റോളിലേക്കൊരു പെൺകുട്ടി എന്നല്ല, നമ്മുടെ സ്ഥാപനങ്ങളുടെ എല്ലാം മേൽനോട്ടത്തിന് നിനക്കൊപ്പം നിൽക്കുന്ന പെൺകുട്ടി. അങ്ങനെ ഒരു അധിക ചുമതല കൂടി ഞാൻ കാണുന്നു. പക്ഷേ ഞാൻ കാണുന്നത് അങ്ങനെയല്ലമ്മേ. പരസ്പരം മനസ്സറിയുന്ന രണ്ടുപേർ, ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും അന്യോന്യം അറിയിച്ച് പരിഹരിച്ച് ജീവിക്കുന്ന രണ്ടുപേർ. എന്റെ ജീവിതത്തില് ആ റോളിന് ആളൊഴിവില്ല. അത് ഓൾറെഡി ഫിൽഡാണ്, ഫിക്സ്ഡ് ആണ്. അമ്മ കഴിക്കാനെടുത്ത് വയ്ക്കും, നല്ല വിശപ്പ്. മോളെ, സുരേട്ടാ, ഒന്ന് നിന്നേ. ഇതെന്താ? ഞാനേ ഒന്ന് ഒഴിഞ്ഞിടട്ടെ. വല്ല കണ്ണേറെ ദോഷം ഉണ്ടെങ്കിൽ അതങ്ങ് മാറിക്കിട്ടും. കണ്ണേറ് എന്റെ എന്തു? നല്ല പ്രായത്തിൽ കണ്ണറിയാൻ ആരും വന്നിട്ടില്ല, പിന്നെയാ ഈ വയസ്സാം കാലത്ത്. മിണ്ടാന്നില്ല മനുഷ്യ, മിണ്ടുന്നില്ല. ഞാൻ ഒഴിഞ്ഞിടട്ടെ. അല്ല, ദേ എന്നെക്കാൾ കണ്ണു കിട്ടാവുന്ന വേറൊരു കൊച്ചിവിടെ നിൽപ്പുണ്ട്. അതിനും കൂടി ഒഴിയണ്ടേ? ഓ, ഇനിയിപ്പൊ ഇതിന് ഒഴിഞ്ഞിടാത്തതിന്റെ കുറവേ ഉള്ളൂ. ഇതിനൊക്കെ ആര് കണ്ണു വെക്കാനാ മോദേവി? ഇരിക്കണിടം മുടിക്കുന്ന ഇജ്ജാതികൾക്ക് ഒഴിഞ്ഞിട്ടാലാ ദോഷം. ദേ, സൂക്ഷിച്ചും കണ്ടും ഒക്കെ പോണം. വല്ലയിടത്ത് ചെന്ന് വീണാലേ നിന്റെ കാര്യല്ല, ഈ മനുഷ്യന്റെ കാര്യ പറയുന്നേ. ഓ, നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട. നീ എന്നിവിടെ കാലുകുത്തിയോ അന്ന് മുതൽ ഈ വീട്ടില് പരാജയ. ഒരു മേൽഗതി എന്ന് പറഞ്ഞത് ഉണ്ടായിട്ടില്ല. എല്ലാം നിന്റെ തലവരയുടെ ദോഷ. മോളെ, അവള് പലതും പറയും. മോളത് കാര്യമാക്കണ്ട. വാ, നമുക്ക് പോവാം. മോളെ, പോവാ. പ്ലാന്റിലേക്ക് കുറച്ച് പർച്ചേസ് ഉണ്ടായിരുന്നു. പർച്ചേസ് ഓർഡർ അയച്ചിരുന്നു. മിക്കവാറും അത് ഇന്ന് വരും. വന്നാൽ ക്യാഷ് ട്രാൻസാക്ഷൻ വേണ്ടി വരും. അത് RTGS ചെക്ക. മതി, പറഞ്ഞതേ ഉള്ളൂ. എന്നാ ഞാൻ ഇറങ്ങട്ടെ.